ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് നാടൻ കോഴിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഞാൻ പുറത്തൊരു അടുപ്പ് ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കാണുക. അപ്പം പുറത്ത് പിന്നെ ജീരകോഴിയാണ് ഉണ്ടാക്കിയത് മൺചട്ടിയിൽ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണാം. ഞാൻ പിന്നെ ഇത് ഞങ്ങൾ വിറക് വെക്കണ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ്. എല്ലാവരും ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയത്. നല്ല ഭംഗിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും വിറക് ചെതൽ പിടിക്കുകയാണ്. അപ്പോൾ അതിന് പിന്നെ ഇരുമ്പിൻ്റെ പൈപ്പ് കൊണ്ട് തറയിൽ കുഴിച്ചിട്ടിട്ട് അങ്ങനെ വെൽഡ് ചെയ്ത് മുകൾക്ക് ഉണ്ടാക്കിയാണ്. ഇനി ചെതൽ വരുന്ന പേടിയൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജീരകോഴി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഉള്ള അതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ്. നമ്മൾ പ്രസവത്തിനൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഒരു നാടൻ കോഴിനെ അറുത്ത് ഇത് 1 കിലോ ചിക്കൻ ഉണ്ട്. ഇതിൻ്റെ 1/4 പീസ് വേറെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഇട്ടതാണ്. ഇത് ജീരകമാണ്. ജീരകം 1 സ്പൂണ്, വലിയ ജീരകം 1 സ്പൂണ്, കുരുമുളക് 2 സ്പൂണ്. ഇത് പച്ച മല്ലിയാണ്, അത് ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി. ചെറിയുള്ളി അധികം ഇടുന്നതാണ് ടേസ്റ്റ്. പിന്നെ വില കാരണം ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പം ചെറിയുള്ളി എത്ര എടുത്തോളം ഇടുന്ന അതിന് ടേസ്റ്റ് കൂടും. അപ്പം മഞ്ഞൾപ്പൊടി അല്പം. ഇനി അതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. ജീരകം, പച്ചമല്ലിയും കുരുമുളകും കൂടി നന്നായിട്ട് അരച്ചെടുത്താണിത്. ഉള്ളികൾ വേറെ ചതച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അത് ഞാൻ വേറെ അരച്ചത്. ഉള്ളികൾ ഒന്നുകൊണ്ട് ചതച്ചാൽ മതി. അതും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ചധികം വെള്ളം വെക്കണം. പിന്നെ നാടൻ കോഴിക്ക് നല്ല വേഗമുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതാ ഞാനൊരു ഇത്ര വെള്ളമാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഉപ്പും ഇട്ടിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം. ഈ നാടൻ കോഴിക്ക് നല്ല വേഗമുണ്ട്, അതുകൊണ്ട് കുറച്ചധികം വെള്ളം വെക്കണം. അങ്ങനെ എൻ്റെ മണ്ണടുപ്പിൽ ഉണ്ടാക്കണ റെസിപ്പിയാണ്. ഞാൻ വിറക് കൂട്ടി കത്തിക്കാൻ വേണ്ടി ഇരിക്കണം. വിറക് വെച്ചിട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ട് പിന്നെ തീ കത്തിക്കുകയാണ് ചെയ്തത്. അപ്പം എന്താ പുറത്ത് അടുപ്പിട്ടുന്ന ഒരു രസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം കത്തിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു പിന്നെ 1.5 മണിക്കൂറോളം ഈ അടുപ്പത്ത് കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞ തീയിലിങ്ങനെ കിടന്ന് വെന്താൽ മതി. പിന്നെ നാടൻ കോഴിക്ക് കുറച്ച് മൂപ്പുള്ളൊരു 1 വർഷം ആയ കോഴിയാണ്. അപ്പം നല്ല മൂപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം വെച്ചത്. വെള്ളമൊക്കെ വെച്ച് തീയൊക്കെ കത്തി പാകണിനെ അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇനി മൂടി തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് എടുക്കുന്ന ഇളക്കി കൊടുക്കാം. ജീരകത്തിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ലുണ്ട്. ഞാനത് കുട്ടികൾക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞാൻ ഉലുവ ഇട്ടിട്ടില്ല. നമ്മൾ ഇതിൽ ഉലുവ ഇടും. ഉലുവ ഇട്ടാൽ കുട്ടികൾക്ക് അത്ര നല്ലതല്ല. ഞാൻ ഉലുവ അതിൽ ഇട്ടിട്ടില്ല. ഉലുവ വലിയവർക്ക് വെക്കണമ്പോൾ ഉലുവ ഇടാം. നന്നായിട്ട് വെള്ളം വറ്റി വരുന്നുണ്ട്. ഇനി വല്ലാതെ തീ വേണ്ട. തീ നമുക്ക് പിന്നെ കത്തിക്കണ്ട. അത് നല്ല കണലുണ്ട്. ഇപ്പോൾ ആ കണലിൽ അങ്ങനെ കടന്ന് പിന്നെ വെള്ളം വറ്റി വരും. കണ്ട കുറേ വെള്ളം വെച്ചിരുന്നു. അതൊക്കെ ഇപ്പോൾ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇനിയൊരു ഗ്രേവിയാവുന്നവരെ ഇതിൽ ചെറിയ തീയിലിങ്ങനെ കിടക്കാം. അപ്പം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പൂച്ച തന്നെയാണ് കറീൻ്റെ മണം കേട്ടിട്ട് ഇങ്ങനെ വിതനമ കയറിയിട്ട് മണത്ത് നോക്കുകയാണ്. ഈ നാടൻ കോഴിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. ആർക്കും ഇത് പറ്റൂല എല്ലാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് വെന്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കാൻ ഈ ഒരു ഇതാണ് പറ്റുക. അപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി.
ഉള്ളി മൂപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം. ഉള്ളി മൂത്ത് വന്നിട്ട് ഞാൻ ഇതിലേക്ക് അല്പം കരിവേപ്പില ഇട്ടിട്ട് ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ 2 ദിവസം ഒക്കെ കേട് കൂടാതിരിക്കും. ഇടയ്ക്കൊന്ന് ചൂടാക്കിയാൽ മതി. നല്ല ഇങ്ങനെ ഇടയ്ക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ആ ജീരകത്തിൻ്റെ ഒക്കെ ആ ഒരു ഇത് ഒരു വയറ്റിലേക്ക് ആയിക്കോളും. അപ്പോൾ ജീരകക്കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ബ്രോയിലർ കോഴിയാണ് എല്ലാവർക്കും ഇഷ്ടം. അത് ഭയങ്കര എന്താ പറയുക, ഹോർമോൺ കുത്തിവെച്ച് ഉണ്ടാണ്. അത് മക്കൾക്കൊക്കെ കൊടുത്താൽ അത് എന്താ ഒരു നല്ലതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. മുമ്പൊക്കെ പിന്നെ ആര് വരികയാണെങ്കിലും വീട്ടിലൊക്കെ നാടൻ കോഴിനെ അതിനായിരുന്നു വളർത്തിയത്. ഇപ്പം അടുത്ത കാലങ്ങളിലാണ് ഈ ബ്രോയിലർ കോഴി ഇറങ്ങിയതും അത് വാങ്ങലും. ഇപ്പോൾ എല്ലാവരും കോഴിക്കളൊക്കെ വളർത്തലൊക്കെ നിന്നിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിലും അത് വാങ്ങി ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.